അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇത് രണ്ടാം തവണയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആദ്യത്തെ തവണ ഒരു സമ്മർദ്ദത്തിലായ എന്ന രീതിയിലായിരുന്നു വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജ്. അവിടെ നിന്നെല്ലാം മാറി അത്രമേൽ കോൺഫിഡന്റ് ആയ പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. രാഹുലിനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ചില സൂചനകൾ വി ഡി സതീശൻ നൽകുന്നുണ്ട്. കേൾക്കാം വാക്കുകൾ. അപ്പോൾ ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവനക്കാൻ ഉള്ള അവകാശമില്ല. കാരണം അവർ ഓരോ കേസിൽ ഒന്നല്ലല്ലോ, ഒന്നാണോ? ഞാൻ പറഞ്ഞ മാതിരി കോഴി ഫാമാണ് ഞാൻ. പക്ഷേ പേരൊന്നും പറയാം, ആരുടെയും പേര് പറഞ്ഞ് ആരെയും ഞാൻ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നോക്കാനില്ല. പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തുകൊണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന, മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞത്. സ്ത്രീകൾക്കെതിരായി ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്, ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് അദ്ദേഹത്തിനും ഇല്ലേ. ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേൾക്കും. അപ്പോൾ ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവനക്കാൻ ഉള്ള അവകാശമില്ല. പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തുകൊണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാണ്. ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. അതാണ് അവസാനത്തെ വാചകമാണ് ഹൈലൈറ്റ്. കേരളത്തിലെ കോൺഗ്രസ് വേറിട്ട് നിൽക്കുന്ന പ്രസ്ഥാനമെന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള വി ഡി സതീശന്റെ വാക്കുകൾ. അത്രമേൽ കോൺഫിഡന്റ് ആയിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അത് എന്താണ് മാറ്റി പറയിപ്പിക്കുമെന്ന് പറയുന്നത്? അത് എന്താണ്? രാജിയാണോ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. രാഹുൽ മാങ്കുട്ടത്തിലെ രാജിക്കായി സമ്മർദ്ദം കടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുന്ന സൂചനയനുസരിച്ച് സ്വീകരിച്ചത് പ്രാഥമികമായ നടപടി മാത്രമാണ്. എന്നാൽ രാജി വാർത്തകൾ തള്ളുകയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇത് രണ്ടാം തവണയാണ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ സംസാരിക്കുന്നത്. ഇന്ന് വളരെ ശക്തമായി നോക്കൂ, VK ശ്രീകണ്ഠൻ MP കാര്യത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ശ്രീകണ്ഠൻ MP പറഞ്ഞത്. ആ സമയം തന്നെ ഞാൻ ഫോൺ വിളിച്ചത് തെറ്റാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം തിരുത്തി. വി ഡി സതീശൻ പറഞ്ഞു, രാഹുൽ മാങ്കുട്ടത്തിലെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കും, നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങളെ തിരുത്തി പറയിപ്പിക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് രാജിയാണോ അമൽ? എന്തായാലും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമാക്കുകയാണ് BJPയും ഇടതുപക്ഷവും. ആ ഒരു സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ന്യായീകരണത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുമുണ്ട്. MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിലപാട് പല കോൺഗ്രസ് നേതാക്കളും പറയുമ്പോഴും ഫേസ്ബുക്കിൽ ചില പ്രതികരണങ്ങളൊക്കെ അത്തരത്തിൽ വരുമ്പോഴും രാജിയില്ല എന്നുള്ള നിലപാടാണ് KPCC ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. രാഹുലിനെതിരായ പരാതികൾ പരിശോധിക്കാനായി ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കും. അന്വേഷണ സമിതിയുടെ കണ്ടെത്തലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ വസ്തുതയുള്ളത് എന്ന് കണ്ടെത്തിയ ശേഷം രാഹുലിനെതിരെ തുടർ നടപടി വേണമെങ്കിൽ മതി, നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു ഇന്നലെ KPCCയുടേത്. പക്ഷേ ആര്യ ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ ചില സൂചനകളുണ്ട്. അത് രാഹുലിൻ്റെ രാജിയുടെ കാര്യത്തിലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഈ രാജി വാർത്തകൾ നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലവിൽ രാജിവെക്കേണ്ട, MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. അതിന് ചില കീഴ്വഴക്കങ്ങളും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്ന 2 MLA-മാർ സമാനമായി തന്നെയുള്ള ആരോപണം നേരിടുന്നുണ്ട്. ആ കേസിൽ അന്വേഷണം നടക്കുകയാണ്. എമിൻ സിൻ MLA-യും എൽദോസ് കുന്നപ്പള്ളി MLA-യും. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന AK ശശീന്ദ്രൻ സമാനമായ ആരോപണം നേരിടുന്നു. അതോടൊപ്പമാണ് M മുകേഷ് MLA-ക്കെതിരെ
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ട് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ സമാനമായി തന്നെ ഉണ്ടാകുന്നത്. അന്ന് മുകേഷും രാജിവെച്ചിരുന്നില്ല. ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാട്ടി MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, പാർട്ടി ഏൽപ്പിച്ച പദവികളിൽ നിന്ന് മാത്രം മാറി നിന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് KPCC നേതൃത്വം എത്തിച്ചേർന്നിരുന്നതാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉണ്ടാകുന്ന അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഈ വാർത്ത ഒന്ന് ശമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിവസത്തെ വെളിപ്പെടുത്തലുണ്ടാകുന്നു, പിറ്റേ ദിവസം തുടർച്ചയായി രാഹുലിന്റെ പേര് പറഞ്ഞുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു, സ്ക്രീൻഷോട്ടുകൾ പുറത്തേക്ക് വരുന്നു, ഓഡിയോ സന്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടുകൂടി ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിന് താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ തുടർച്ചയായി വീണ്ടും മടങ്ങി വരാം. അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ അമൽ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, രാഹുൽ എന്തിന് രാജിവെക്കണം? വേണമെങ്കിൽ രാഹുലിന് ചോദിക്കാം, എനിക്കെതിരെ പരാതിയുണ്ടോ, എനിക്കെതിരെ കേസുണ്ടോ? ഇല്ല. അതേസമയം M. വിൻസെന്റിനെതിരെ പരാതിയുണ്ട്, കേസുണ്ട്, കുറ്റപത്രമുണ്ട്. അത് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയത്തിലുമുള്ളത്. അപ്പോൾ അവർക്കില്ലാതെ അവർ രാജിവെച്ചില്ലല്ലോ, അവരിപ്പോഴും സഭയിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിന് രാജിവെക്കണമെന്നാണ് ഒരുപക്ഷെ രാഹുൽ എടുക്കുന്ന സ്റ്റാൻഡ്. പക്ഷേ അതിലപ്പുറം അനന്തൻ, ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ്. അതൊരു പോയിന്റാണ്. മറുഭാഗത്ത് നേരത്തെ അമൽ പറഞ്ഞതുപോലെ ഇത് തീരുന്നില്ല. ഇനി നാളെ എന്ത് വരും, ഇനി എന്തൊക്കെ വരാനുണ്ട്, എത്ര പരാതികളുമായി യുവതികൾ വരാനുണ്ടെന്നൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഈ യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ താൻ പ്രാപ്തനല്ല, അവിടെ ധാർമ്മികതയുണ്ട്. അതിപ്പോ പാലക്കാടിന്റെ കാര്യത്തിൽ ധാർമ്മികത വേണ്ടേ അനന്തൻ? ആര്യ, ഇപ്പോൾ ആര്യയും അമലും സൂചിപ്പിച്ച കാര്യം അത് മുൻകാല കീഴ്വഴക്കങ്ങൾ സംബന്ധിച്ചാണ്. ആ കീഴ്വഴക്കങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പിന്മാറുന്നുണ്ട് എന്നുള്ളൊരു സൂചന അതാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ വ്യാഖ്യാനം വരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അല്പസമയം മുമ്പ് നടന്ന പ്രതികരണത്തിൽ നിന്നാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ BJPയെ നോക്കുന്നില്ല, CPM നോക്കുന്നില്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യുക്തമായൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ഏതോ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തമാണ്. അത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ BJPയെയും CPM നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾക്ക് നേരെ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ രാജിവെക്കാതിരുന്ന കീഴ്വഴക്കം ലംഘിക്കാൻ പോവുകയാണോ? അതിൽ നിന്ന് മാറിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സൂചന, അത്തരം ഒരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ചർച്ച അല്ലെങ്കിൽ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്.